കോതമംഗലത്ത് TTC വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലെ അന്വേഷണം പോലീസ് അവസാനിപ്പിച്ചു. 4 പ്രതികളുടെ അറസ്റ്റും ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയാക്കിയതായാണ് പോലീസ് നൽകുന്ന വിവരം. നിർബന്ധിത മതപരിവർത്തന ശ്രമം ഉൾപ്പെടെയുള്ള മറ്റ് വകുപ്പുകൾ ചേർക്കുന്നതിന് തെളിവില്ലെന്നും പോലീസ് വിശദീകരിക്കുന്നു. TTC വിദ്യാർത്ഥിനി വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത് ഇക്കഴിഞ്ഞ 9-ാം തീയതിയാണ്. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച അന്വേഷണമാണ് പോലീസ് അവസാനിപ്പിച്ചത്. യുവതിയുടെ കാമുകനായിരുന്ന പാനായിക്കുളം സ്വദേശി റമീസും മാതാപിതാക്കളും മറ്റൊരു സുഹൃത്തും ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളാണെന്നായിരുന്നു ആത്മഹത്യാക്കുറിപ്പിലെ വെളിപ്പെടുത്തൽ. വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന് ഇവർ നിർബന്ധിച്ചുവെന്ന് കത്തിൽ വ്യക്തമാക്കിയിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് ഗൗരവം നൽകാതെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ പിന്നീട് ആത്മഹത്യാക്കുറിപ്പിന്റെ പിൻബലത്തിൽ മാധ്യമങ്ങൾ വാർത്തയാക്കുകയും യുവതിയുടെ കുടുംബവും സുഹൃത്തും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതോടെയാണ് പോലീസ് കേസിൽ ഊർജിത അന്വേഷണത്തിന് തയ്യാറായത്. ഒരു ദിവസത്തിനു ശേഷം റമീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാ പ്രേരണ കുറ്റവും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന കുറ്റവുമാണ് ചുമത്തിയത്. ഇതിനുവേണ്ട എല്ലാ തെളിവുകളും റമീസിന്റെയും യുവതിയുടെയും മൊബൈൽ ഫോണുകളിൽ നിന്ന് പോലീസിന് ലഭിച്ചു. അവിടെയും കേസ് അവസാനിപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ള മറ്റുള്ളവരെയും അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തമായി. ആദ്യം അടിച്ചെങ്കിലും റമീസിന്റെ മാതാപിതാക്കളായ റഹിമോൻ, ഷെറീന, സുഹൃത്ത് അബ്ദുൾ സഹദ് എന്നിവരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസിൽ ഉൾപ്പെടുത്തി. പിന്നീട് ഒളിവിലായിരുന്ന 3 പേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആത്മഹത്യാക്കുറിപ്പിന്റെയും യുവതിയുടെ സുഹൃത്തിന്റെ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ നിർബന്ധിത മതപരിവർത്തനം, ലവ് ജിഹാദ് എന്നിവയുടെ പേരിലും കേസെടുക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. BJP നേതാക്കളിൽ നിന്ന് ഇക്കാര്യത്തിൽ ശക്തമായ സമ്മർദ്ദമാണ് ഉയർന്നത്. സമരവും പ്രസ്താവനകളുമുണ്ടായി. NIA അന്വേഷിക്കണമെന്ന് യുവതിയുടെ കുടുംബവും BJPയും ആവശ്യപ്പെട്ടു. എന്നാൽ നിർബന്ധിത മതപരിവർത്തന കുറ്റം ആരോപിക്കാൻ പോന്ന തെളിവില്ലെന്നാണ് പോലീസിന്റെ നിലപാട്. റമീസിനെതിരെ പീഡനക്കുറ്റവും ആത്മഹത്യാ പ്രേരണ കുറ്റവും മറ്റ് 3 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും ചുമത്തിയാണ് പോലീസ് അന്വേഷണം അവസാനിപ്പിക്കുന്നത്. റിമാൻഡിലായിരുന്ന റമീസിനെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് തെളിവെടുപ്പ് പോലീസ് പൂർത്തീകരിച്ചത്. അന്വേഷണം പൂർത്തിയായതോടെ പ്രതികൾ വൈകാതെ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കും. GTV ന്യൂസ്, കോതമംഗലം.